ഹലോ കൂട്ടുകാരെ, ഡ്രാമാസ് ഇഷ്ടമുള്ളവർക്ക് ഡ്രാമാസ് മലയാളത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ന്യൂസ് ചാനലാണിത്. അപ്പം നേരെ നമുക്ക് റീസെൻ്റ്ലി റിലീസായിട്ടുള്ള ഒരു ചൈനീസ് ഡ്രാമ കാണാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് ഹെയർ ക്ലിപ്പ് വെച്ച് കൺഫ്യൂസ് ആയിരിക്കുന്ന നമ്മളെ ഹീറോയിനായ സുവോനെയാണ് കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ക്രഷിനെ പ്രപ്പോസ് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ടിലാണ്. എന്തായാലും പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരി ധൈര്യമൊക്കെ സംഭരിച്ച് നേരെ ഹീറോ നിൽക്കുന്ന ക്ലാസ്സിൽ ചെന്നിട്ട് ഹീറോയുടെ പേര് ഉറക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ പേര് ഈ അപ്പോഴേക്കും ഈ തിരിഞ്ഞിട്ട് നമ്മൾ നായികൻ നോക്കുകയാണ്. സോ ഓടി ഈയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുറേ നാളായി ഞാൻ നിന്റെ ഫാനാണ്. ഇത് കേട്ടതും ഈ ആണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എന്തോ എഴുതി സുവിന് കൊടുക്കുന്നുണ്ട്. സോ നോക്കാൻ നേരത്ത് ഈ അവൻ്റെ പേരെഴുതി ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തേക്കോ. ദൈവമേ, ഒരു ചെക്കനെ പ്രപ്പോസ് ചെയ്ത് അവൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങുന്ന ആദ്യ പെൺകുട്ടി ഞാനായിരിക്കും. അല്ല ഈ ഞാൻ അതല്ല പറയാൻ വന്നത്. എന്താ നിനക്ക് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരണോ ഈ ചോദിച്ചു. ഇത് കേട്ടതും നമ്മുടെ സുവോൻ്റെ കിളി പോയി. അവള് നിൽക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും അവൾ കൂടെ പോകത്തില്ലെന്ന്. അടുത്ത സീനിൽ നമ്മൾ സുവോ ലീയുടെ വീട്ടിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സുവോ ലീയും കൂടി ലീയുടെ വീട്ടിലോട്ട് ചെന്നപ്പം ഈ പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്, നീ ഇന്നും ചുറ്റും കണ്ടോളാം, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് ഈ അകത്തോട്ട് പോയി. അപ്പോഴത്തേക്ക് നമ്മൾ സുവോ ആണെങ്കിൽ വീട് മൊത്തം ഒന്ന് ചുറ്റിയിട്ട്, ആ അപ്പം ഇങ്ങനെയാണ് ഒരു ചെക്കൻ്റെ വീട്. ആ സുവോ, നീ ആദ്യമായിട്ട് ഒരു ചെക്കൻ്റെ വീട്ടിൽ വരുന്ന, അത് നിൻ്റെ ക്രഷിൻ്റെ വീട്ടിൽ അടിപൊളി എന്നും പറഞ്ഞ് നമ്മുടെ സുഖം നിൽക്കുമ്പോഴാണ് ഈ അവിടെ നിന്നോട് പറയാൻ തുടങ്ങിയത്, ആ ഞാൻ ഭയങ്കര ലക്കിയായി, ഇന്ന് വേറെ ആരെയും കണ്ടില്ല, അപ്പോഴല്ലേ കറക്റ്റ് സമയത്ത് നിന്നെ മീറ്റ് ചെയ്തത്. ഇത് കേട്ടത് നമ്മളെ സുഖൻ്റെ തോട്ടേ മാറിപ്പോയി. അയ്യോ, അവനിപ്പോൾ എന്തോ പറഞ്ഞു, വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് എന്നെ വിളിച്ചോണ്ട് വന്നതെന്ന്. അവരെന്തോ ആയിരിക്കും ഉദ്ദേശിച്ച്. അപ്പോൾ അവൻ ഇവിടെ പെൺകൊച്ചുങ്ങളെ കൊണ്ടുവരാറുണ്ട്. അയ്യോ, അവരെ പോയായിരിക്കും ഞാനും. അപ്പോൾ ഇത് അവൻ്റെ വീടല്ല, അവൻ പെൺപിള്ളേരെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. വേണ്ട, ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് എസ്കേപ്പാ. അല്ല, ഞാൻ ഇവിടുന്ന് പോയാൽ അവൻ വേറെ പെൺപിള്ളേരെ വിളിച്ചാലോ? അത് വേണ്ട, ഇവിടെ തന്നെ നിൽക്കാം. അടുത്ത സീനിൽ നമ്മൾ ഈ സൂവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ടതും സൂ നന്നായിട്ട് പേടിച്ച് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അതിനനുസരിച്ച് ഈ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അവളങ്ങനെ ബാക്കിൽ പോയി ഒരു കസേരയിൽ പോയി ഇരിക്കുക. നീ എന്താ സൂ ഇത്രയും നേരമായിട്ട് ഇരിക്കാൻ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഈ പോയി അവൻ വരച്ച് വെച്ച കുറേ കോമ്പിക്കെടുത്ത് സൂവിൻ്റെ കൈ കൊടുത്തിട്ട് പറയണേ, ഇതിലെ വൈറ്റ് കളറിലല്ല, നീ ബ്ലാക്കിങ് ചെയ്യണം. സോ അത് സന്തോഷപ്പെടും. സ്വന്തം ക്രഷല്ല പറയുന്നത്, സന്തോഷപൂർവ്വം ഇരുന്നു ചെയ്യുന്നുണ്ട്. പിന്നെ ഈയും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടിയിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സുവയോട് ചോദിക്കുകയാണ്, അപ്പൊ നീ കാർട്ടൂണിസ്റ്റ് ആയിരുന്നല്ലേ? ഓ, അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ സോ, നിന്റെ ബ്ലാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നിനക്ക് എൻ്റെ അസിസ്റ്റന്റ് ആവാവോ? അസിസ്റ്റന്റോ? ഇല്ല ഇല്ല ഇല്ല, അതിനെനിക്ക് ഫൈറ്റിംഗ് ഒന്നും അറിയത്തില്ല. ഫൈറ്റിങ്ങോ? നീ എന്താ ഉദ്ദേശിക്കുന്ന? അല്ല, നീ ഞാൻ നീ ഒരു ഗാങ്സ്റ്റർ അല്ലേ? ഗാങ്സ്റ്ററോ? ഞാനോ? ഞാൻ ഗാങ്സ്റ്റർ ഒന്നുമല്ല. നീ എന്തിപ്പം അങ്ങനെ പറയാൻ? അല്ല, കുറെ നാൾ മുമ്പ് നീ സ്കൂളിൽ വന്നപ്പം നിന്റെ കണ്ണിന് ചുറ്റും ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. ഓ അതോ? അതിൽ ഇട്ട് വന്നതോ? അതൊരാൾ ഇടിച്ച് കയ്യിൽ പരിക്കുപറ്റി പ്ലാസ്റ്റർ ഇട്ടല്ലേ? അയ്യോ അതോ? അത് എനിക്ക് കയ്യിൽ ജോയിൻസിനുള്ള ഒരു അസുഖമുണ്ട്. ഈ കണ്ടിന്യൂസ് ആയിട്ട് പടം വരച്ച് അങ്ങനെ വന്നതാ. അത് ശരിയാവാൻ വേണ്ടിയാ പ്ലാസ്റ്റർ ഇട്ടത്, അല്ലാതെ ഞാൻ ആരും ഇടിച്ചിട്ടൊന്നും ഇല്ല. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അടുത്ത സീനിൽ ഈയുടെ വീട്ടിൽ നിന്ന് വന്ന സോനയാണ് കാണിക്കുന്നത്. അവള് നേരെ വന്ന് ബെന്നി കിടന്നുകൊണ്ട്, ഓ ഇന്നൊരു നല്ല ദിവസമായിരുന്നു, എൻ്റെ ക്രഷിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതിനുശേഷം സോ ഈ കൊടുത്ത അവൻ്റെ ഓട്ടോഗ്രാഫ് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതിൽ നമ്മൾ ഈയുടെ ഒറിജിനൽ നെയിമല്ല എഴുതിക്കുന്ന, വേറെന്തോ പേര്. അവളെ അതെന്തോ വന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു. ഷെങ്ങി? അതല്ല, വെങ്ങി. അല്ല, മെങ്ങി. മെങ്ങി. അയ്യോ, ഇത് ആ കാർട്ടൂണിസ്റ്റ് ആണോ? അപ്പൊ ആ കാർട്ടൂണിസ്റ്റ് ആണ് ഈ. ഇല്ല ഇല്ല, ഈ ഒരിക്കലും ആ കാർട്ടൂണിസ്റ്റ് ആയിരിക്കത്തില്ല. നമ്മൾ സോ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണ്ണിട്ട് അവളുടെ കമ്പ്യൂട്ടറിൽ പോയി വെബ്സൈറ്റിൽ കയറി ഗ്യാങ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സോന് ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ സോ ബെങ്ങി എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഓരോ പ്രാവശ്യം റിലീസാവുന്ന കോമിക് എടുത്ത് അതിൽ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കലാണ് നമ്മളെ ഗ്യാങ്ങിയുടെ മെയിൻ പരിപാടി. നമ്മളെ ഗ്യാങ്ങി മെയിനായിട്ട് നോട്ടീസ് ചെയ്തേക്കുന്ന മെങ്ങിയാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഗ്യാങ്ങി ആരാണ്? സു ആണ്. ഈ മെങ്ങി എന്ന് പറയുന്ന ആരാണ്? നമ്മൾ ഈ ആണ്. ഇത്രയും നാളും അവൾ ഓൺലൈനിൽ കൂടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം ക്രഷിനെ തന്നെ ആയിരുന്നു. അവൾ തന്നെയാണ് ഈയോട് നിന്റെ ഡാർക്കിംഗ് ഒന്നും ശരിയല്ലെന്നും പറഞ്ഞ് അവനെതിരെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വീഡിയോസ്, നിന്റെ കോമിക്കിലെ കഥയെല്ലാം കൊള്ളാം, പക്ഷേ ഇനി വരയ്ക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അതിൽ ഡാർക്കിംഗ് ഒന്നും ശരിയല്ലെന്നും പറഞ്ഞ്
വീഡിയോ ഇടും. ഫേസ് കാണിച്ചല്ല, ഒരു കോമിക് ക്യാരക്ടറിൻ്റെ രീതിയിലുള്ള വീഡിയോ ഇടാറുണ്ട്. സ്വന്തം ക്രഷിനെയാണ് കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്നതെന്ന് റിയലൈസ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ സൂവിൻ്റെ കിളി പോകുന്നുണ്ട്. അവൾ നോക്കാൻ നേരം അവൾക്ക് ആലൂസിനേഷനായിട്ട് കമ്പ്യൂട്ടറിനകത്തുനിന്ന് അവൾ തന്നെ സംസാരിക്കുന്ന കണക്ക് തോന്നി. സു, ഇയാൾ കൊള്ളാലോ, സ്വന്തം ക്രഷിനെ തന്നെയാണല്ലോ ഓൺലൈനിൽ വളരെ മോശമായിട്ട് വീഡിയോ എടുത്തേക്കുന്നത്. ഇതെങ്ങാണോ അവൻ അറിഞ്ഞ നിന്നോട് ഇനി എസ് പറയോ? നിന്നെ ഒന്ന് കാണാനെങ്കിലും സമ്മതിക്കോ? ഇല്ല മോളെ, ഇല്ല. നിന്റെ ഈ ലവ് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. ഇല്ല, നിന്റെ ഈ ലവ് വർക്കൗട്ട് ആവും. നീ ഒന്ന് മിണ്ടാതിരിക്കോ മോളെ. അവന് നീ ആരാന്ന് മനസ്സിലായി, അതുകൊണ്ടാ അവൻ നിന്നെ ഇന്ന് അവന്റെ വീട്ടിൽ കൊണ്ടുപോയത്. മോളെ നോക്കിക്കോ, നാളെ അവൻ വന്ന് നിന്നോട് ചോദിക്കും നീ അല്ലേ ഗ്യാങ്, അതോടെ നിന്റെ 2 വർഷത്തെ വൺ സൈഡ് ലവ് ക്ലോസ്. ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നും പറഞ്ഞ് ഡെസ്കിൽ തല വെച്ച് കിടക്കുന്ന സൂര്യനെ കാണിച്ചിട്ട് അടുത്ത സീനിൽ മെങ്ങിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് അവനെ കോൾ ചെയ്തിട്ട് ഈ അടുത്ത എപ്പിസോഡിനുള്ള കോമിക്ക് നീ എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യണം, അതുമാത്രമല്ല നിന്റെ ഡാർക്കിങ് മോശമാണെന്നും പറഞ്ഞ് മെങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വീഡിയോസ് ഇട്ട് നിന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. അത് നീ കാണുന്നുണ്ടോ? അപ്പോഴത്തേക്ക് ഈ പറയുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അടുത്ത എപ്പിസോഡ് ഇടാം. അടുത്ത സീനിൽ സ്കൂളിൽ പോകാൻ വേണ്ടി ബസ്സിൽ നിൽക്കുന്ന സോനയാണ് കാണിക്കുന്നത്. ബസ്സിൽ നിന്നുകൊണ്ട് ഇന്നലെ അവൾ ഇമാജിനേഷനിൽ കണ്ട ആ ഒരു ക്യാരക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കിടി പോയി നിൽക്കുകയാണ് നമ്മളെ സോ. ഇനിയിപ്പോൾ അവനെ എന്നെ മനസ്സിലായി കാണുമോ? അതുകൊണ്ടായിരിക്കും ഇന്നലെ അവൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയത്. ഇല്ല, അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അവളെ ബ്ലെയിം ചെയ്യുന്ന കണക്ക് അവൾക്ക് തോന്നുന്നത്. നീയാണ് ഗ്യാങ്ങി എന്ന് അവൻ അറിഞ്ഞു. സ്വന്തം ക്രഷിനെ തന്നെ ബ്ലെയിം ചെയ്താണല്ലോ നീ വീഡിയോസ് ഇട്ടേക്കുന്നത്. ഉറപ്പായിട്ട് അവൻ നിന്നെ റിജക്റ്റ് ചെയ്യും. അവന് കൈ വയ്യാത്തതല്ലേ അവൻ ഡാർക്കിങ്ങൊക്കെ മോശമായിട്ട് ചെയ്ത. പക്ഷെ അവൻ്റെ സ്റ്റോറിയൊക്കെ അടിപൊളിയായിരുന്നല്ലോ. എന്നിട്ടും നീ അവനെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട്. നോക്കിക്കോ, അവൻ നിന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. നിങ്ങൾ എൻ്റെ ഒന്ന് നിർത്തുമോ? എനിക്കറിയാം എൻ്റെ ഭാഗത്ത് തെറ്റുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടമായി. എന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ബ്ലെയിം ചെയ്യാതെ. ഇപ്പം നമ്മൾ സോ ബസ്സിലാണ്, അപ്പം ചുറ്റുമുള്ളവരല്ലേ ഇവളിങ്ങനെ ചുമ്മാ എഴുതുന്ന ബഹളം വെക്കുമ്പോൾ ഇവളെ ഒരു മാതിരി നോക്കുന്നുണ്ട്. അപ്പനാണ് അവൾ ആ സ്വപ്നത്തിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് വരുന്നത്. അടുത്ത സീനിൽ സോ സ്കൂളിൽ വന്നിട്ട് നമ്മൾ ഈ എങ്ങനെയാണ് ആദ്യം മീറ്റ് ചെയ്തതെന്നും ഈയെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ലോസ് ഫസ്റ്റ് സൈറ്റ് അടിച്ചതാണ് എന്നും അവനെ കാണാൻ വേണ്ടി അവൾ എന്നും ഒരു പില്ലറിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുമായിരുന്നു. ഇന്നും അതുപോലെ അവനെ ജസ്റ്റ് ഒന്ന് ദൂരെ നിന്ന് കാണാമെന്നും പറഞ്ഞ് അവൾ ആ പില്ലറിൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ എന്നും വരുന്ന ടൈമും കഴിഞ്ഞു, എന്നിട്ടും അവൾ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ ബാക്കിൽ ആരോ വന്ന് തട്ടുന്നത്. തിരിഞ്ഞു നോക്കാതെ അവൾ ആ കൈ പിന്നെയും തട്ടി മാറ്റുന്നുണ്ട്. ലാസ്റ്റ് അവൾ ഇത് കുറേ നേരമായുണ്ട് ആരാണെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരും അല്ലായിരുന്നു, നമ്മൾ ഈ ആരുടെ മുന്നിലാണോ ചെന്ന് പെടണ്ടെന്ന് വിചാരിച്ച ആളുടെ മുന്നിൽ തന്നെ ചെന്ന് പെട്ടു. അവനെ പെട്ടെന്ന് കണ്ടതും അവളൊന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ അവൻ്റെ അടുത്ത് നിന്ന് ഓടുന്നുണ്ട്. അവനും പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. രണ്ടെണ്ണം കൂടെ ആ സ്കൂൾ ഫുള്ള് കിടന്ന് ഓടുന്നുണ്ട്. ലാസ്റ്റ് ഓടി ഓടി രണ്ടും കൂടെ ലൈബ്രറി ചെന്ന് കയറുന്നുണ്ട്. ലൈബ്രറി കയറിയതും നമ്മൾ ഈ സോനോട് സംസാരിക്കാൻ വന്നപ്പോഴും അവൾ കീപ് സൈലൻസ് എന്ന ബോർഡ് എടുത്ത് അവൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അത് കണ്ടത് ഇനി എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാണ്ട അവൻ നേരെ പോയൊരു ബുക്ക് എടുത്ത് അവന് പറയാനുള്ള കാര്യം ആ ബുക്കിനകത്തുണ്ട്. ആ ബുക്ക് എടുത്ത് അവളുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ എടുത്ത ബുക്കിനകത്ത് ബിഹൈൻഡ് എവരി ഹീറോ ദർ ഇസ് എ സ്ട്രോങ് ടീം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ച സോ മനസ്സ് വിചാരിക്കുന്നത്, ദൈവമേ, ഇവനെ അടിക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ സോ ഓടിപ്പോയി വേറൊരു ബുക്ക് എടുത്ത് അതിലെഴുതിയിരിക്കുന്നത് യു നീഡ് ടു ലേൺ ലെറ്റ് ഗോ ഇൻ ലൈഫ് എന്നാണ്. ഇത് വായിച്ച് ഈ വിചാരിക്കുന്നത്, ദൈവമേ, ഇവളെൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നാണോ പറയുന്നത്, പിന്നെ ആരെനിക്ക് ബ്ലാക്കിങ് ചെയ്ത് തരും. അവൻ നേരെ പോയി വേറൊരു ബുക്ക് എടുത്ത് ആ ബുക്കിലാണെങ്കിൽ ബിഹൈൻഡ് എവരി മാൻ ദർ ഇസ് എ വുമൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ച് സോ വിചാരിക്കുന്നത്, ദൈവമേ, ഇവൻ എന്നെ ഇടിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ആണുങ്ങളെ അപ്പോയിൻ്റ് എഴുതിയിട്ടുണ്ടല്ലോ. സോ നേരെ പോയി വേറൊരു ബുക്ക് എടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ക്യൂട്ട് മാൻസ് എപ്പോഴും പാവങ്ങളായിരിക്കും എന്നാ. നമ്മളെ ഈ ആണെങ്കിൽ വേറെ ബുക്ക് എടുത്ത് അതിനുള്ള ആൻസർ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണത്തിനും വാതുറന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ബുക്കുകൾ വഴി ഒരുപാട് സംസാരിച്ച് ആ ടേബിൾ നിറച്ചും ബുക്കാവുന്നുണ്ട്. രണ്ടെണ്ണത്തിനെയും കൂടെ ഇത്രയും ബുക്ക് എടുത്തുകൊണ്ട് ആ ലൈബ്രറിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങിയ ശേഷം നമ്മൾ ഈ സുവനോട് എന്തോ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. പേടിച്ച സുവ, എൻ്റെ പൊന്നി എനിക്കൊരു അബദ്ധം പറ്റിയതാ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിക്കുക, നീ എന്തോ പറയുന്നത്, നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റ് ആവാമോ? അപ്പോൾ ഇവന് മനസ്സിലായിട്ടില്ല ഞാനാണ് ഗ്യാങ്ങിയോ എന്ന്. രക്ഷപ്പെട്ട്. എന്തൊക്കെയായാലും ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യുക. നീ പറഞ്ഞ ഞാൻ കേട്ടില്ല. നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റ് ആവാവോ എന്ന്. ഓക്കെ, ഞാൻ നിൻ്റെ അസിസ്റ്റൻ്റ് ആവാം. ശരി എന്നാ ബാ, നമുക്ക് പോവാം. എങ്ങോട്ട്? ഞാൻ ഈ കോമിക്കിൽ എഴുതുന്നതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ. സോ എനിക്ക് ഈ കോമിക്ക് എഴുതാൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. നമുക്ക് രണ്ടുപേർക്കും കൂടെ സൈക്ലിങ്ങിന് പോവാം. നമ്മൾ സുഖം വിചാരിക്കുന്നത് രണ്ടുപേരും കൂടെ ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ ഇരുന്ന് റൊമാൻറ്റിക് ആയി പോകുമെന്നാണ്.
ഈ നേരെ പോയി ഒരു സൈക്കിൾ എടുത്തോണ്ട് വന്ന് നമ്മളെ സുവോന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ സുവോ ഇയോട് ചോദിക്കുന്നുണ്ട്, "അല്ലേ നമ്മൾ രണ്ടുപേരും കൂടെ ഈ സൈക്കിളിൽ പോയാ പോലീസുകാർ വല്ലോം കണ്ടാ വഴക്ക് പറയത്തില്ലേ? ഒരു സൈക്കിളിൽ 2 പേർക്ക് കയറാൻ പാടില്ലല്ലോ. അതിന് നമ്മൾ ഈ സിംഗിൾ സൈക്കിളിലല്ലല്ലോ പോകുന്നത്. നമ്മൾ ഈ ഡബിൾ സൈക്കിളിലാണല്ലോ പോകുന്നത്." ഓ! ശരി. അങ്ങനെ 2 പേരും കൂടെ ആ സൈക്കിളും എടുത്ത് കുറേ റൗണ്ട് ചവിട്ടുന്നുണ്ട്. നമ്മളെ സോനിയെ കൊണ്ട് പെട്ടെന്നൊന്നും ചവിട്ടാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല സ്പീഡില് ചവിട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മളെ സോ കുഴഞ്ഞു. കുഴഞ്ഞപ്പോൾ സോനോട് ചോദിച്ചു, "ഇത് റൊമാന്റിക് ആയിട്ടില്ലേ?" "എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല." "എന്നാ ഒരു കാര്യം ചെയ്യ്. നീ സൈഡ് തിരിഞ്ഞിരി. ഞാൻ ചവിട്ടാന്നും പറഞ്ഞ് 2 എണ്ണം കൂടെ പിന്നെ അത് ചവിട്ടുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സൈക്കിൾ ചവിട്ടി കുഴഞ്ഞ് നമ്മളെ സോ ഇയോട് ചോദിക്കുന്നുണ്ട്, "അല്ല നീ ഈ ബുക്കിലൊക്കെ നീ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എഴുതൂന്നല്ലേ പറഞ്ഞെ? നീ അതിൽ റൊമാന്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം നിനക്ക് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലേ?" "ഏയ് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ടും അവരുടെ സ്റ്റോറീസൊക്കെ കേട്ടാണ് ഞാൻ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് റിലേഷനൊന്നുമില്ല." "അല്ല നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ?" ഇത് കേട്ട് ഈയെ തന്നെ നോക്കി നിൽക്കുന്ന സോനിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് ഈ ചാനൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.